Watch full episodes on Jio Hotstar. നിങ്ങളെല്ലാവരും എന്നെ കാണുവാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. നിങ്ങളുടെ എല്ലാം മുന്നിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജ്ഞാനിയാണ് ഞാൻ. പക്ഷേ വാസ്തവം അതല്ല കേട്ടോ. ഞാനും നിങ്ങൾ ഓരോരുത്തരെ പോലെ വെറുമൊരു സാധാരണ മനുഷ്യനാണ്. ചെല്ലു, നല്ല പ്രവൃത്തികൾ ചെയ്യുക, അന്യരെ എപ്പോഴും സഹായിക്കുക. ജ്ഞാനി ബാബയുടെ പ്രവചനം കേൾക്കാൻ എന്താ ഒരു രസം. വളരെ ലളിതമായ ഭാഷയിലാണ് ജീവിതത്തിലെ ഓരോ കാര്യവും പറഞ്ഞു തരുന്നത്. ഇനിയും 2 ദിവസം കൂടി ഇവിടെ കഴിഞ്ഞാലോ എന്ന് ആലോചിക്കുക. നിങ്ങൾ എല്ലാവരും വീട്ടിലേക്ക് പോയിക്കോളൂ. എന്നാ ശരി, അങ്ങനെ ആവട്ടെ മുത്തശ്ശ. വരൂ കുട്ടികളെ, നമുക്ക് പോവാം. ബൈ മുത്തശ്ശി. ബൈ ശിവ. ഹാപ്പി ജേർണി. എല്ലാ ഭക്തജനങ്ങൾക്കും സുഹാന ടൂർസ് ആൻഡ് ട്രാവൽസിലേക്ക് സസ്വാഗതം. നിങ്ങൾ എല്ലാവരും ഈ ഹെഡ്ഫോൺസ് ധരിക്കുക. യാത്ര കുറച്ച് ദൂരമാണ്. ഈ ഹെഡ്ഫോൺസിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടിന്റെ ഒരു പേര് പറഞ്ഞാൽ മാത്രം മതി. ഉടനെ ആ പാട്ട് സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. ഹാപ്പി ജേർണി. കൊള്ളാം. എന്റെ ഫേവറേറ്റ് ആയ ഡിസ്കോ പാട്ട് ഞാൻ കേൾക്കുമല്ലോ. ജ്ഞാനി ബാബയുടെ ഭജനയും കേൾക്കാം. കൊള്ളാം, എന്റെ ഇഷ്ടമുള്ള പാട്ട് അവരിട്ടിരിക്കുന്നെ. ഹായ്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ ഇപ്പൊ ഞാൻ കേൾക്കുന്നത്. ഹലോ ശിവ, ബസ് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അവിടെ എത്തിയ ശേഷം ഞാൻ തന്നെ വിളിക്കാവേ. ബൈ രേവ. ഹാപ്പി ജേർണി. ഭക്തജനങ്ങളെ, ഇനി നിങ്ങളെല്ലാവരും ശാന്തമായി ഉറങ്ങുക. കുഞ്ഞെ, നീയും ഉറങ്ങുക. ബാബ, അങ്ങയുടെ സ്വരം കേട്ട് എല്ലാ ഭക്തജനങ്ങളും സത്യമായിട്ട് ഉറങ്ങിപ്പോയെന്നാ തോന്നണേ. എന്റെ മുൻപിൽ ഇതുപോലുള്ള ഭക്തജനങ്ങളുടെ തിരക്ക് ഇനിയും കൂടുകയേ ഉള്ളൂ. അവര് ഇട്ടിരിക്കുന്ന ഹെഡ്ഫോൺ ഉണ്ടല്ലോ, വശീകരണ രീതിയിൽ പണിതതാ. ഞാൻ എന്ത് തന്നെ ആജ്ഞാപിച്ചാലും ജനങ്ങളത് കേട്ട് അതുപോലെ തന്നെ അനുസരിക്കും. അതായത് ഈ കാണുന്നവരെല്ലാം ഹിപ്നോട്ടിക് ട്രാൻസ്മിലേക്ക് മയങ്ങിപ്പോകും. ഇനി നീണ്ട നിദ്രയിലായിരിക്കും എല്ലാവരും. പിന്നെ നമ്മുടെ ആളുകൾ അവരുടെ പക്കലുള്ളതെല്ലാം കൊള്ളയടിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും ഉറങ്ങിയെന്ന്. ഇനി നമുക്ക് നമ്മളുടെ ജോലിയിലേക്ക് കടക്കാം. ഏ കുട്ടി, നീ ഇതുവരെ ഉറങ്ങിയില്ലേ? ഞാൻ എന്തിനാ ഉറങ്ങുന്നത്? അമ്മ എനിക്കോ അയാൾ മോഷ്ടിക്കുന്നു. ആദ്യം ഇയാളെ നിങ്ങളാ ഉറങ്ങുന്നത്. എല്ലാവരും എഴുന്നേൽക്കൂ. നിങ്ങളിൽ ആരെങ്കിലും വലിയ ആളാകാൻ ശ്രമിച്ചാൽ ഡ്രൈവർ തന്റെ ജോലി ചെയ്യ്. ശിവ, പെട്ടെന്ന് വാ. ബസ്സിലെ കള്ളം കയറിയിരിക്കുന്നു. മലഞ്ചെരിവിലുള്ള പാതയിലാണ് ബസ്. പേടിക്കണ്ട രേവ, ഇതാ ഞാൻ ഉടനെ എത്താം. ഒന്ന് ബസ് നിർത്തൂ. വണ്ടി ഇപ്പൊ നിക്കില്ല കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
നിങ്ങൾ എല്ലാവരുടെയും സാധനങ്ങൾ ഇതിലുണ്ട്. താങ്ക് യു ശിവ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം അന്ന് നിങ്ങൾ ബസ്സിൽ പോകുമ്പോ എല്ലാവരും ഒരുമിച്ച് എങ്ങനെ ഉറങ്ങിപ്പോയി എന്നാണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ നിങ്ങൾ പറയും ഞാൻ കള്ളക്കഥ ഉണ്ടാക്കുകയാണെന്ന്. സാരില്ല. എന്നാലും ഈ ഇൻസിഡന്റ് ആയിട്ട് ബന്ധമുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഒരു തവണ ഞാനും എന്റെ ഫാമിലിയും ചേർന്ന് ഞങ്ങളുടെ ഗ്രാമത്തിൽ പോവുകയായിരുന്നു. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ ഒരാൾ വന്നു. എല്ലാവർക്കും ഫ്രീ ആയിട്ട് അയാൾ കൂൾ ഡ്രിങ്ക് കൊടുത്തു കുടിക്കാൻ. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്, ഇന്നത്തെ കാലത്ത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കുടിക്കാൻ കൂൾ ഡ്രിങ്ക്സ് ആരാ ഇങ്ങനെ സൗജന്യം ചെയ്യാന്ന്. ഞാൻ ആള് നിസ്സാരനല്ലല്ലോ. എല്ലാ യാത്രക്കാര് ആ കൂൾ ഡ്രിങ്ക്സ് കുടിച്ചു. പക്ഷെ ഞാൻ കുടിക്കുന്ന മാതിരി അഭിനയിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോ എല്ലാ പാസഞ്ചറും ഉറങ്ങിപ്പോയി. അയാൾ ആ കൂൾ ഡ്രിങ്ക്സിൽ ഉറക്ക ഗുളിക കലർത്തിയിരുന്നു. പിന്നെ നീ ആ കള്ളനെ ഒരുപാട് ഇടിച്ചപ്പോ അയാള് ക്ഷമ ദുഷിച്ച് നിന്റെ കാലി വീണു, ശരിയല്ലേ? അങ്ങനെയാ സംഭവിച്ചേ. അല്ല, ഇത് നിനക്കെങ്ങനെ അറിയാം? എനിക്ക് മാത്രല്ല, ഞങ്ങള് 3 പേർക്ക് നിന്റെ എല്ലാ കാര്യങ്ങളും അറിയാലോ, ശരിയല്ലേ ശിവ? ആദ്യം പറഞ്ഞത് കള്ളായാലും സത്യമായാലും ശരി, പക്ഷെ ഇതിൽ നിന്നും ഒരു ക്ലൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ബസ്സിലുള്ള എല്ലാവർക്കും ഉറങ്ങാൻ വേണ്ടി കുടിക്കുന്നതിൽ എന്തെങ്കിലും കലർത്തിയെന്നാ എനിക്ക് സംശയം. നമുക്ക് ലഡു സിംഗ് സാറുമായി സംസാരിക്കാം. ലഡു സിംഗിന് അവിടെ നടന്ന സംഭവത്തിനെ കുറിച്ച് എല്ലാ വിവരവും അറിയോ ശിവ? അതെന്നെ, നമ്മുടെ അന്വേഷണ സംഘത്തെ 4 ഭാഗത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ലഡു സിംഗ് സാർ, ഇപ്പൊ നിങ്ങൾ തന്നെയാണ് എല്ലാ ന്യൂസും പരത്തുന്നത്. ഇവിടെയുള്ള എല്ലാ യാത്രക്കാർക്കും സുഹാന ട്രാവൽസിലേക്ക് സ്വാഗതം. നിങ്ങൾ ഏവർക്കും സുഹാന ട്രാവൽസിന്റെ വക ഹെഡ്ഫോൺസ് തരുന്നതായിരിക്കും. ഹെഡ്ഫോൺസ് ധരിച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് കേട്ട് മയങ്ങി നിങ്ങളുടെ യാത്രയെ സുഖകരമാക്കൂ. ഓഹോ, ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വേഷം മാറി വന്നിരിക്കുകയാണല്ലോ. ഇപ്പൊ തന്നെ എല്ലാവരുടെയും യാത്ര സുഖമാക്കി കളയാം. എല്ലാ ഭക്തജനങ്ങളും ശാന്തമായി ഉറങ്ങിക്കൊള്ളുക. ഹലോ ഹലോ, എഴുന്നേക്ക്, യാത്ര അവസാനിച്ചു. എവിടേക്കാ പോണ്ടത്? എവിടെ പോയി ആ കള്ളൻ? ഏത് കള്ളനാ? വേദാ സിറ്റി എത്തിയിരിക്കുന്നു, ഇറങ്ങിക്കോളൂ, എനിക്ക് ബസ് കൊണ്ടുപോകാനുള്ളതാ. പിന്നെ വേഗം ഇവിടെ നിന്നിറങ്ങി ഒരു കടയിൽ കയറി തുണി വാങ്ങിച്ചിട്ടോളൂ. തുണിയോ? ഞാൻ തീർച്ചയായും വാങ്ങിച്ചോളാം. ഞാനാണെങ്കിൽ ഡ്രസ് പോലും ഇട്ടിട്ടില്ല, കണ്ടോ? കണ്ടില്ലേ, ആ കള്ളൻ എന്റെ ഡ്രസ്സും കൂടി കൊണ്ടേയിരിക്കുന്നു. എല്ലാം മോഷണം പോയി. ഈ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിനെ പോലും അവൻ വെറുതെ വിട്ടില്ല. ആരെങ്കിലും വേഗം ഒന്ന് പോലീസിനെ വിളിക്കേ. പോലീസ്, പോലീസ്. കള്ളനെ പിടിക്കൂ, കള്ളനെ പിടിക്കാതെ ഞങ്ങൾ സമാധാനിക്ക്, എല്ലാരും ഒന്ന് ശാന്തമായിരിക്കേ. ഞാൻ ആ കള്ളനെ വെറുതെ വിടില്ല. ഞാൻ വാക്ക് തരുന്നു, ശാന്തമായിരിക്കൂ പ്ലീസ്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവോ? ഞങ്ങൾക്ക് കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാരും സാധനങ്ങളും മോഷ്ടിച്ച് കള്ളന്മാര് വിലസി നടക്കുവാണ് നഗരത്തില്. എന്റെ 5 പവന്റെ മാലയാണ് മോഷണം പോയത്. ഞാൻ പിന്നെ എങ്ങനെയാ സമാധാനായിട്ട് ഇരിക്കുക? ലഡു സിംഗ് സാർ, ഒന്ന് മതിയാക്കൂ, എന്നെങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഞാൻ വാക്ക് തരുന്നു, ആ കള്ളനെ ഞാൻ എന്തായാലും പിടിച്ചിരിക്കും. നിങ്ങൾ എല്ലാവരും ഒന്ന് സമാധാനിക്കൂ. നിങ്ങൾ എല്ലാവരും സ്വയം ആലോചിച്ചു നോക്കൂ, എങ്ങനെയാണ് നിങ്ങൾ ഉറങ്ങിയതെന്ന്. അപ്പോ ആ ബസ്സിനകത്ത് തന്നെയാണ് കള്ളനും ഉണ്ടായിരുന്നത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആ കള്ളൻ നമ്മളെ എങ്ങനെ ഉറക്കിയതെന്നാണ്. എല്ലാവരും സമാധാനമായിട്ട് നിങ്ങളെ വീട്ടിലേക്ക് പോകൂ. പോലീസ് അവരുടെ ജോലി നോക്കട്ടെ, പൊക്കോളൂ. നീ വന്നെന്നെ രക്ഷിച്ചു ശിവ, അല്ലെങ്കിൽ അവന്മാരെ എല്ലാരും കൂടി ചേർന്ന് എന്നെ പെരുമാറിയനെ. താങ്ക് യു. ഇറ്റ്സ് ഓക്കേ ലഡു സിംഗ് അങ്കിൾ. നമുക്ക് ആ കള്ളനെ പിടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും ആ ബസ്സിൽ നല്ലൊരു യാത്രയ്ക്ക് പോകേണ്ടതായിട്ട് വരും. വീണ്ടും പോണെന്നോ? വേണ്ട വേണ്ട, എന്നെ കൊണ്ട് പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക് സാർ, സാർ എങ്ങനെ ഉറങ്ങിപ്പോയെന്ന്. നിങ്ങൾക്ക് കുടിക്കാനോ കഴിക്കാനോ ആരെങ്കിലും ബസ്സിന് എന്തെങ്കിലും തന്നായിരുന്നോ? അങ്ങനൊന്നുമില്ല.
ബസ്സിനകത്ത് കണ്ടക്ടർ എനിക്കൊരു ഹെഡ്ഫോൺ തന്നിരുന്നു. അതിനകത്ത് നല്ല പാട്ടും കേട്ടോണ്ടിരുന്നു. പെട്ടെന്നൊരു ഒച്ച കേട്ടു, ഉറങ്ങിക്കോന്ന്. അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് എനിക്കൊരു ഓർമ്മയില്ല ശിവ. ഹെഡ്ഫോണിൽ ഉറങ്ങിക്കോ എന്ന് ഒച്ച വന്നു. അങ്ങനെയാണെങ്കിൽ ഹെഡ്ഫോണിൽ കമന്റ് കേട്ടപ്പോ തന്നെ ഉറങ്ങിപ്പോയല്ലേ? ആ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരുടെയും തലയില് തീർച്ചയായും ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ ഹെഡ്ഫോൺ വഴിയാണ് ആരും എന്തോ ചെയ്ത് ഉറക്കുന്നത്. എന്നാൽ പിന്നെ ഇത്തവണ എല്ലാ തയ്യാറെടുപ്പും കൂടിയാണ് നമ്മൾ പോവേണ്ടത്. ലഡു സിംഗ് സർ ഇതുവരെ വന്നില്ലല്ലോ. ഞാൻ അടിപൊളി മേക്കപ്പിലിട്ടിരിക്കുന്നു. ശിവയ്ക്ക് പോലും എന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ശിവ, ആ കണ്ണാടി വെച്ച് താടിയുള്ള ആളെ എനിക്ക് ഭയങ്കര സംശയമുണ്ട് കേട്ടോ. ഡോണ്ട് വറി ആദി, ഇതുപോലെ പലരെയും നമ്മൾ കാണാറുണ്ട്. നീ അതൊന്നും ശ്രദ്ധിക്കേ വേണ്ട. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് ഹെഡ്ഫോൺ ഇട്ടോ. ഞാനും രവിയും ഹെഡ്ഫോൺ ഇടുന്ന പോലെ ഒന്ന് ആക്ട് ചെയ്തേക്കാം. ബാബ, ഇത് അതേ ചെക്കൻ തന്നെയാ. ഇവനാണ് എന്നെ നിലത്തും താഴെ നിർത്താതെ അടിച്ചവൻ. ഇനിയിപ്പോ ഇവന് നമ്മുടെ പ്ലാന്റെ കാര്യം മനസ്സിലായില്ലെന്ന് തോന്നുന്നു. പിന്നെന്തിനാ രണ്ടാമത് വന്നിരിക്കുന്നത്? താൻ വിഷമിക്കണ്ടെന്നേ, നമുക്കിത് എങ്ങനെയെങ്കിലും വേറെ രീതിയിലാക്കാം. ഉറക്കലും പാട്ടുകേക്കലൊക്കെ ഒരുപാടായി. ഇനി അവരെയൊക്കെ കണ്ണു തുറന്നു തന്നെ ഞാൻ പറഞ്ഞത് അനുസരിപ്പിക്കും. എന്റെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, ബാബയുടെ ആശ്രമം ഇനി അധികം ദൂരത്തേക്കൊന്നുമില്ല. ബാബ നിങ്ങളേവരെയും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ പുകഴ്ത്തി ഓരോരുത്തരും വന്നുകൊള്ളുക. എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് കയ്യിലുള്ള വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും ആശ്രമത്തിൽ കാണുന്ന ദാനപാത്രത്തിലേക്ക് ഓരോരുത്തരും ഇട്ടോളൂ. ജ്ഞാനി ബാബാക്ക് ജയ്, ബാബാജിക്ക് ജയ്. എല്ലാവർക്കും ഹെഡ്ഫോണിൽ കൂടി കമന്റ് കിട്ടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടില്ലേ, ആദിയും ജോഡിയും മറ്റുള്ളവരെ പോലെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത്. വരൂ നമുക്ക് നോക്കാം. ഭക്തന്മാരെ, നിങ്ങളുടെ കൈവശമുള്ള സാധനങ്ങളൊക്കെ അവിടെയുള്ള ദാനപാത്രത്തിലേക്ക് ഇട്ടുകൊള്ളുക. ശിവ, നീ അത് കണ്ടോ? എല്ലാരും അവരവരുടെ കയ്യിലുള്ള സ്വർണങ്ങള്, പണങ്ങള് എല്ലാ ദാനപാത്രത്തിന്റെ അകത്ത് ഇടാന്. കണ്ടില്ലേ, ആദ്യം ജോഡിയും കൂടി അവര് പേഴ്സ് ഇട്ട് കഴിഞ്ഞു. അതെ, ഇവരെല്ലാവരെയും ഹിപ്നോട്ടിസ് ചെയ്തിരിക്കുകയാണ്. വരൂ നമുക്ക് എല്ലാവരുടെ ഹെഡ്ഫോൺ അഴിച്ചു മാറ്റാം. ആ രണ്ടുപേരും അവിടെ എന്താണ് ചെയ്യുന്നത്? ഹലോ, എല്ലാവർക്കും ബോധം വന്നോ? അല്ല, നമ്മള് ബസ്സിലായിരുന്നല്ലോ. ഇവിടെ എങ്ങനെയാ വന്നത്? അതെല്ലോ, നമ്മള് ബസ്സിലായിരുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സ്വർണങ്ങളും പണങ്ങളും എവിടെയാണ്? എന്റെ ആഭരണങ്ങൾ, എന്റെ സ്വർണ്ണം കാണുന്നില്ല. എന്റെ വള, മോതിരം എല്ലാം പോയി. എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ഇയാളാണ് കള്ളനെന്ന്. ഇടിക്കൂ ഇയാളെ. അതെ അതെ, അത് ലഡു സിംഗ് സാറാണ്. ആദി, ശരിക്കും നോക്കാതെ ഇങ്ങനത്തെ പണി ചെയ്യരുത്. അത് കള്ളനല്ല, ഇൻസ്പെക്ടർ ലഡു സിംഗ് ആണ്. നീ എന്നെ രക്ഷിച്ചു. ഇനി ഞാൻ എങ്ങോട്ട് പോകും? എന്റെ ജീവിതം ഇങ്ങനെയായി പോയല്ലോ. അവിടെ ഭക്തജനങ്ങളൊക്കെ കൂടിയിരിക്കുന്നു. ചെല്ല്, ആ ചെറുക്കനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരൂ. ചെല്ല്. ഞങ്ങളുടെ കൂടെ വരൂ. ലഡു സിംഗ് സാറേ, ഇവിടെ ഒരുപാട് ആൾക്കൂട്ടം ഉണ്ട്. ഞാൻ ഇവരെ വിളിച്ച് കുറെ ദൂരം പോവാ.
ഹലോ ബൈക്കാരൻ അങ്കിളെ, ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ വന്നൊന്ന് പിടിക്ക്. കുട്ടി, നിനക്കറിയോ ഇത് ഗാനി ബാബയുടെ സ്ഥലമാണ്. ഇവിടെ നിന്ന് നിനക്ക് രക്ഷപ്പെട്ട് പോവാനേ സാധിക്കില്ല. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേക്ക്. ആ കുട്ടിയെ തീർത്തേക്ക്. വേഗം ചെന്ന് അവന്റെ കഥ കഴിക്ക്. ശിവ, അവരെ ഹെഡ്ഫോൺ ഒന്ന് അഴിക്ക്. ആരോ അവർക്ക് കമാൻഡ് കൊടുത്തോണ്ടിരിക്കാണ്. രവ, ഞാൻ നിങ്ങളുടെ ആളല്ലേ. സോറി. ഞങ്ങളൊന്നും ചെയ്യല്ലേ. ഗാനി ബാബ പറയുന്നത് പോലെ ഞങ്ങള് ചെയ്തത്. ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. വരൂ വരൂ ധ്യാനി ബാബ. ഇനി എങ്ങോട്ട് പോകാനാ? ഇതല്ലേ ജീവിതത്തിന്റെ കളി എന്ന് പറയുന്നത്. ഭക്തജനങ്ങള് കൂടിയല്ലോ. നിഷ്കളങ്കരായ ജനങ്ങളെ പറ്റിച്ച് അവരുടെ മുതലുകൾ മോഷ്ടിക്കുന്നതാണ് എന്റെ ജോലി. ഇന്നൊരു സ്ഥലത്താണെങ്കിൽ നാളെ മറ്റൊരു സ്ഥലത്ത്. ഞാനി ബാബ, തന്റെ ഇന്നത്തെ നാളത്തെ മറ്റന്നാളത്തെ ഇനി വരും എല്ലാ കാലത്തെ സുഖമായിട്ട് ജയിലിൽ കഴിയാം. ഇതങ്ങ് സന്തോഷായിട്ട് വേഗം സ്വീകരിക്കൂ. 3 cheers to Shiva! Hip hip hooray! Hip hip hooray! Hip hip hooray! Watch India's largest kids library only on Jio Hotstar. Download the app now.